നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. രജനികാന്ത് നായകനായി എത്തുന്ന വേട്ടയ്യൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. സൂര്യ നായകനാക്കി ഒരുക്കിയ ജയ് ഭീമിന് ശേഷം ജ്ഞാനവേൽ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് വേട്ടയ്യൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. മലയാളത്തിൽ നിന്നും മഞ്ജു വാര്യർ, ഭഗത് ഫാസിൽ ഉൾപ്പെടെ സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. 1 കോടി വരെയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ട്. എന്നാൽ വേട്ടയ്യനിൽ 85 ലക്ഷമാണ് മഞ്ജുവിന് പ്രതിഫലമായി ലഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. കരിയറിൽ താരം ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴും പലപ്പോഴും നടിയുടെ സ്വകാര്യ ജീവിതവും ചർച്ചയായി മാറാറുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകർ വളരെ വേദനയുടെ കേട്ട വിവാഹമോചന വാർത്ത തന്നെയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിഞ്ഞത്. ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും. വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുക്കുകയായിരുന്നു. ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു. ശേഷമാണ് കാവ്യമാധവൻ ദിലീപിന്റെ 2ാം ഭാര്യയായി എത്തിയതും. ആ വിവാഹത്തിന് മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി. കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനുണ്ട്. എന്നാൽ ഇപ്പോഴിതാ മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകളാണ് ഇപ്പോൾ തമിഴകത്തെ ചർച്ചാ വിഷയം. പതിവ് പോലെ തന്നെ ഗോസിപ്പുകളിൽ മൗനം പാലിച്ചിരിക്കുകയാണ് മഞ്ജു. താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും ചർച്ചയായി മാറാറുണ്ട്. മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രണയ വാർത്ത പുറത്തു വന്നത്. ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നാണ് താരം മറുപടി നൽകിയത്. ഇതോടെയാണ് താരം പ്രണയത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയത്. വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് മഞ്ജു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാറുമില്ല. ചെന്നൈയിൽ MBBS വിദ്യാർത്ഥിനിയായിരുന്ന മീനാക്ഷിയുടെ കോളേജിലേക്ക് മഞ്ജു വാര്യർ അതിഥിയായി എത്തിയെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഇടയ്ക്ക് പ്രചരിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് മഞ്ജുവോ മീനാക്ഷിയോ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തുന്ന സമയത്ത് അച്ഛനൊപ്പം പോവാനാണ് ഇഷ്ടമെന്ന് മകൾ പറഞ്ഞപ്പോൾ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. മകളെക്കുറിച്ചോ മകളുടെ അച്ഛനെക്കുറിച്ചോ പിന്നീട് ഇന്നുവരെ ഒന്നും മഞ്ജു പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ട, അല്ലെങ്കിൽ പ്രതികരിക്കില്ല. മഞ്ജുവിന്റെ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ ഒരു നിലപാട്. മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്നും പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചേക്കുമെന്നുമുള്ള തരത്തിലുള്ള ഗോസിപ്പുകൾ നേരത്തെയും പ്രചരിച്ചിരുന്നു. വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സജീവമായപ്പോഴും താരം പ്രതികരിച്ചിരുന്നില്ല. ആ മൗനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. സിനിമയിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം മഞ്ജു മികച്ച മാതൃക എന്നാണ് ആരാധകർ എപ്പോഴും പറയാറുള്ളതും. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.